ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാവോ. അതിനാദ്യം കോഴി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് തൈരല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞെങ്കിൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ തൈര് ഇല്ലാത്തതുകൊണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ആക്കാൻ. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും നീരുള്ളിയും എല്ലാം ഒന്ന് വാട്ടിയെടുക്കാം, മീത്തൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നീരുള്ളി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക, നല്ല ഗോൾഡൻ കളർ എല്ലാം മാതിരി. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം എല്ലാ മസാലകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കണ്ട ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കുക. മസാലൻ്റെ എല്ലാം മണമെല്ലാം ഒന്ന് മാറുന്നത് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായി വഴറ്റുക. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ കോഴി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിന് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പൊട്ട് ഒന്ന് അടിച്ച് വേവിക്കുക. വേറൊരു പാത്രത്തിൽ നമുക്ക് ചോറുണ്ടാക്കാം. കുറച്ച് എണ്ണയും നെയ്യും പിന്നെ മസാലകളും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു കപ്പ് അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഊറാൻ വെക്കുക. ആ അരിനെ എണ്ണക്കിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം, എന്നാൽ പിന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയല്ല ബന്ധിട്ടായിട്ടാകുമ്പോൾ. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം പോലെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതാ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ കോഴി ബന്ധിട്ടുണ്ട് അതിൻ്റെ മുകൾക്ക് ഇട്ടുകൊടുക്കുക ഈ ചോറെല്ലാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും നീരുള്ളിയും എല്ലാം അതിൻ്റെ മീത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, ഡെക്കറേഷന് വേണ്ടിയിട്ട്. കാണാൻ നല്ല ചേരുണ്ടല്ലോ. പിന്നെ മല്ലിച്ചപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് അടിച്ച് വെക്കുക. നെയ്യ് ചേർക്കാൻ മറന്നു പോയതാണ്, ആദ്യം വീണ്ടും എടുത്തിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. അതിന് ദമ്മിട്ടിട്ട് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ഒന്ന് വെക്കുക. അപ്പം നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെൻ്റെ കൈയല്ലാവോ, എൻ്റെ മോളാണ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതാക്കിയത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക.